Hello, welcome or welcome back to Glitterful. Thank you so much for clicking into this video. So, ഇന്നൊരു sit down and talk kind of video ആണ്. So, എന്തെങ്കിലും background noise കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ I'm really sorry for that. അപ്പോൾ how I landed into my first job എന്നുള്ള കാര്യമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാനിപ്പോൾ ആക്ച്വലി കോഗ്നിസന്റ് ടെക്നോളജി സൊല്യൂഷൻസ് എന്നുള്ള ഒരു കമ്പനിയിൽ പ്രോഗ്രാമർ അനലിസ്റ്റ് എന്നുള്ള റോളിൽ വർക്ക് ചെയ്യുവാണ്. ഏകദേശം 2 വർഷമാവുന്നു ഈ കമ്പനിയിൽ കയറിയിട്ട്. അപ്പോൾ ഈ ഒരു 2 വർഷമായിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു കണ്ടന്റ് പോസ്റ്റ് ചെയ്യണമെന്ന്. ഇതിൻ്റെ മെയിൻ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലേസ്മെന്റ് ഒക്കെ നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സ്ട്രെസ് അടിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ. ദിവസവും ഇരുന്ന് കരയുക രാത്രി. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ടെൻഷൻ. കിട്ടുമോ, പ്ലേസ്മെന്റ് കിട്ടുമോ, സ്കില്ലുണ്ടോ, ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റുമോ, അറിയുന്ന കാര്യം തന്നെ പോയി തെറ്റിച്ചിട്ടൊക്കെ വരുമോ. കുറേ ദൂരെയാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ പഞ്ചാബിലൊരു യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അപ്പോൾ ഇത്രയും ദൂരെയൊക്കെ പോയി പഠിച്ചിട്ട് നാട്ടിൽ ജോലി ഇല്ലാണ്ട് വരേണ്ടി വരുമോ, ഇങ്ങനെയൊക്കെയുള്ളൊരു 100 ക്വസ്റ്റ്യനും ടെൻഷനും ഒക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ. എനിക്ക് തോന്നുന്നു ഇത് സ്വാഭാവികമാണ്. അപ്പോൾ എന്നെ പോലെയുള്ള 10% ആൾക്കാരെങ്കിലും ഇന്നും ഉണ്ടാവും എന്ന് എനിക്കറിയാം. അവർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ഈ കണ്ടന്റ് ചെയ്യുന്നത്. സോ എൻ്റെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ +2 കഴിയുന്ന സമയത്താണ്. ഞാൻ ബയോമാക്സ് എടുത്ത് പഠിച്ചതായിരുന്നു +2. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യും, എനിക്ക് എന്തായാലും റിപ്പീറ്റ് ചെയ്യാൻ പോകണ്ടെന്നായിരുന്നു. അപ്പോൾ അച്ഛനാണ് ഒരു യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഔട്ട് ഓഫ് നോവെയർ പറഞ്ഞു, ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി. അവരുടെ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ അച്ഛൻ തന്നെ ഒരു കോഴ്സ് കണ്ടുപിടിച്ചിരുന്നു, ഇൻ്റഗ്രേറ്റഡ് BTech MTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. അങ്ങനെ ഇത്രയും നീളമുള്ള ഒരു കോഴ്സിന് ഒരു ബാക്ക്ഗ്രൗണ്ട് നോളജ് ഇല്ലാണ്ട് പെട്ടിങ് ഇറക്കി എടുത്ത് ഞാൻ കേരളം വിട്ട് നേരെ പഞ്ചാബിലേക്ക് പോയി. അവിടെ പോയി എല്ലാം എന്നെക്കൊണ്ട് പഠിക്കാനൊക്കെ പറ്റും എന്നൊക്കെയുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് പോകുന്നത്. അതൊരു 5 years ഓഫ് ലോങ് ജേർണി ആയിരുന്നു. അതിനെ പറ്റിയിട്ടൊന്നും വിശദമായിട്ട് പറയുന്നില്ല. ഫാസ്റ്റ് ഫോർവേഡ് ടു 2020 ആയപ്പോഴേക്കും, ആക്ച്വലി എൻ്റെ കോഴ്സ് ആയിരുന്നു 2022 പക്ഷെ 2020 ആയപ്പോഴേക്കും കോവിഡ് ഹിറ്റ് ചെയ്തു. സോ നമുക്ക് അവിടെയൊക്കെ എന്താ ഒരു സാധാരണ എന്തോ ഒരു പനി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കോളേജ് അടച്ചു. അപ്പോൾ ഒരാഴ്ചത്തേക്ക് നാട്ടിൽ വന്നു പോകാമല്ലോ, എന്തെങ്കിലുമൊക്കെ അവസരം കിട്ടുമല്ലേ നാട്ടിൽ വരുന്നത്. അങ്ങനെ നാട്ടിൽ വന്നതാണ്. പിന്നെ ഞാൻ എൻ്റെ കോളേജിൽ പോകുന്നത് എൻ്റെ ഗ്രാജുവേഷനിലേക്കാണ്. സോ ഒരാഴ്ചത്തേക്ക് ലീവിന് വന്നതാണ്. അപ്പം എന്തോ ഒരു ഭാഗ്യം എന്നും പറയാം, നിർഭാഗ്യം എന്നും പറയാം, എനിക്കറിയില്ല. ഞാൻ ഇപ്പോഴും അത് ഫിഗർ ഔട്ട് ചെയ്തിട്ടില്ല. എൻ്റെ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഓൺലൈനായിരുന്നു. എൻ്റെ വീട്ടിലിരുന്നാണ് ഇൻ്റർവ്യൂ കൊടുത്തത്, വീട്ടിലിരുന്നാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതിയത്. സോ അങ്ങനെ ഒരു കംഫോർട്ട് സോണിൽ ഇരുന്ന് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. കോപ്പി അടിക്കാനൊക്കെ പറ്റും എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനെയൊന്നുമില്ല. എല്ലാം നല്ല സ്ട്രിക്റ്റ് ആയിരിക്കും, പ്രോക്ചർഡ് ആയിരിക്കും. ഇന്ന് ഓൺലൈൻ എക്സാംസ് എഴുതുന്ന ആൾക്കാർക്കറിയാം എത്ര സ്ട്രിക്റ്റ് ആയിട്ടാണ് പ്രോക്ചർ ചെയ്യുന്നത്. അപ്പോൾ കോപ്പിയുടെ കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ട് വിചാരിക്കരുത്. പക്ഷെ നിങ്ങളുടെ ഒരു കംഫോർട്ട് സോണിൽ ഇരുന്ന് എഴുതാൻ പറ്റുക എന്നുള്ളത് വേറൊരു ഭാഗ്യം തന്നെയാണല്ലേ. ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി മെയിനായിട്ട് ഞാൻ ചൂസ് ചെയ്യാൻ കാരണം അവിടെ ഇഷ്ടംപോലെ പ്ലേസ്മെൻറ്റ്സ് ഉണ്ട്, ഇഷ്ടംപോലെ കോഴ്സസ് ഉണ്ട്. എല്ലാ കോഴ്സിനും അത്യാവശ്യം പ്ലേസ്മെൻറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലേറ്റവും കൂടുതൽ പ്ലേസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഒരു 100 എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു, അതിലും അധികം കമ്പനീസ് വരുന്നുണ്ട്. സ്റ്റാർട്ടപ്പ്, മിഡ് സൈസ്, ലാർജ് സ്കെയിൽ കമ്പനീസ് ഒക്കെ ആയിട്ട് ഒരുപാട് കമ്പനീസ് നമ്മളെ ക്യാമ്പസിൽ ഹയർ ചെയ്യാൻ വരുന്നുണ്ട്. നിങ്ങൾ പത്രത്തിലൊക്കെ നോക്കിയാൽ കാണാം 64 ലക്ഷത്തിൻ്റെ പാക്കേജ്, 1 കോടിയുടെ പാക്കേജ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പരസ്യം വരുന്നുണ്ടാവും. ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് പാക്കേജ് കിട്ടുന്നതും ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി യൂണിവേഴ്സിറ്റി ഞങ്ങളുടെ ലവ്ലി പ്രൊഫഷണൽ തന്നെയാണ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ പ്ലേസ്മെൻറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എപ്പോഴും LPUവിൻ്റെ ഒരു സ്ട്രോങ്സ്റ്റ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് പ്ലേസ്മെൻറ്റ്സ്. സോ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു. സെം എക്സാമും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് എല്ലാം ഓൺലൈനിലാണ്. പെട്ടെന്ന് തന്നെ ഇവർ കോഡ് തന്ത്ര എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തു. അതിലായിരുന്നു പിന്നെ ഞങ്ങൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെ എല്ലാം പ്രോക്ചർഡ് ആയിരുന്നു. ഈ പ്രോക്ചർ ചെയ്യുന്ന എക്സാമിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പം ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ കോപ്പി അടിക്കുക എങ്ങനെയാണ്, നമ്മൾ നിൽക്കുന്ന ഇൻവിജിലേറ്റർ നമ്മൾ നോക്കുന്നുണ്ടോ, അവരെ കണ്ണെങ്ങോട്ടാണ് പോകുന്നത്. ഇൻ കേസ് അവരെ വേറെ അടുത്തേക്ക് വർത്താനം പറയാൻ പുറത്തിറങ്ങി പോകണം, അപ്പോൾ നമ്മൾ ചോദിക്കടാ പറഞ്ഞ എന്ന് ചോദിക്കില്ലേ. അപ്പോൾ ഇതിൽ അങ്ങനൊരു സംഭവം ഇല്ല. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രോക്ചർ ചെയ്യുന്ന ആളെ നമുക്ക് കാണില്ല, അയാളെ കണ്ണെങ്ങോട്ടാണ് പോകുന്നത്, അയാൾ ഇപ്പോൾ ആരെയാണ് നോക്കുന്നത് എന്നുള്ളതൊന്നും നമുക്കറിയില്ല. നമുക്ക് നമ്മളെയും കാണില്ല എന്ന് തോന്നുന്നു. ചിലപ്പോൾ നമ്മുടെ ഒരു സ്ക്രീൻ ഉണ്ടാവും, എനിക്കതൊരു ഡൗട്ടില്ല, ഉണ്ടാവും. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണുള്ളത് അത് ഓപ്ഷൻസ് ആൻസേഴ്സ് ഉള്ളത് മാത്രമേ നമ്മൾ കാണുള്ളൂ. പിന്നെ നമുക്ക് മെസ്സേജ് വരും, നിങ്ങളുടെ ഹെഡ് മൂവ്മെൻറ്റ് മാറി, പെട്ടെന്ന് തന്നെ എക്സാം ക്യാൻസൽ ചെയ്തോ, നിങ്ങൾ കോപ്പി അടിക്കുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഇങ്ങനെ ഒരു പോപ്പപ്പ് പോലെ നമ്മുടെ സ്ക്രീനിൽ വരുമ്പോൾ അയ്യോ നമ്മളായിരുന്നു ഇത്ര നേരം നോക്കിക്കൊണ്ടിരുന്നതെന്ന് നമ്മൾ ആലോചിക്കാം. പക്ഷെ അതിന് വേറെ ഷോർട്ട് കട്ട്സ് കണ്ടുപിടിക്കുന്ന ആൾക്കാർ ഞങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിലും വലിയ കാര്യം. സോ ഓൺലൈനിൽ കോപ്പി അടിക്കുക എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ഭയങ്കര എളുപ്പമാണ്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കുറച്ചുകൂടെ പാടാണ്. ഓഫ്ലൈൻ ആണെങ്കിലാണ് കുറച്ചുകൂടെ ഈസി. സോ ഇത് കോപ്പിയുടെ ക്ലാസ് അല്ല,
സോ അങ്ങനെ നമ്മുടെ ഗ്രൂപ്പ് പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു 5th 6th സെം ആയപ്പോൾ. നമ്മൾ ഫ്രഷേഴ്സ് ആകുമ്പോൾ നമുക്ക് സി വിയിൽ വെക്കാൻ പറ്റുന്ന ഒരു വാല്യൂബിൾ കാര്യമാണ് നമ്മുടെ പ്രോജക്റ്റ്. കാരണം നമുക്ക് വേറെ എക്സ്പീരിയൻസ് ഇല്ല. നമ്മൾ ഏതെങ്കിലും പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ, നമ്മൾ ഏതെങ്കിലും പ്രോജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ, അതിൽ നമ്മൾ കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ, അതൊക്കെയാണ് മെയിൻലി ഇൻ്റർവ്യൂസിൽ നോക്കുക. അപ്പം നിങ്ങളുടെ പ്രോജക്റ്റാണ് നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ്, അത് കാര്യമായിട്ട് തന്നെ വെക്കുക. അതുപോലെ തന്നെ അതിൽ വെക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. എന്തെങ്കിലുമൊക്കെ ബാക്കിയുള്ളവരുടെ സി വിന്ന് കോപ്പി അടിച്ച് വെച്ചിട്ട് അവസാനം അത് നമ്മുടെ അടുത്ത് എന്തായാലും നമ്മുടെ സി വിന്നായിരിക്കും മോസ്റ്റ്ലി നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. പ്രോജക്റ്റിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാം ഓരോ റൗണ്ടിലും. അപ്പോൾ അതിനൊക്കെ നമ്മൾ ആൻസറബിൾ ആയിരിക്കണം. അതിലൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ പ്ലേസ്മെൻറ്റ് സ്റ്റാർട്ടായി. നമ്മുടെ LPUവിലെ പ്ലേസ്മെൻറ്റ് രീതി എന്ന് പറഞ്ഞാൽ ഒരു 6th സെം ഒക്കെ കഴിയുമ്പോൾ ഒരു പ്ലേസ്മെൻറ്റ് വിൻഡോ നമുക്ക് ഓപ്പൺ ആവും. അതിൽ ഓൾറെഡി നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ അപ്ലോഡഡ് ആയിരിക്കും. ഫോട്ടോ, അഡ്രസ്സ്, നമ്മുടെ കോഴ്സ്, CGPA, നമ്മുടെ CV, നമ്മൾ തന്നെ അപ്ലോഡ് ചെയ്യുന്ന നമ്മുടെ CV. ഇപ്പോൾ CV ഒക്കെ ഉണ്ടാക്കാനുള്ള ഗ്രൂമിങ്ങും കാര്യങ്ങളൊക്കെ LPUക്കാർ തരും. ഇവരുടെ ഒരു അനദർ സ്ട്രോങ് പോയിന്റ് ആയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് 3rd സെം തൊട്ടേ നമ്മളെ നന്നായിട്ട് പ്ലേസ്മെൻറ്റിന് വേണ്ടി ഗ്രൂം ചെയ്യും. അതായത് ഒരു 360 ഡിഗ്രി. ജസ്റ്റ് നിങ്ങൾക്ക് ടെക്നിക്കൽ കാര്യങ്ങൾ മാത്രം പറഞ്ഞു തന്ന് അങ്ങനെ മാത്രമല്ല. പെപ്പ് ക്ലാസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ്. അപ്പോൾ അതിൽ നിങ്ങൾ ഫോർമൽസ് ഇട്ടിട്ട് തന്നെ വേണം പോകാൻ. ഫോർമൽസ്, മാനറിസം, ഡ്രസ്സിങ് സ്റ്റൈൽസ്, ഇൻ്റർവ്യൂ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്നത്. സെം കഴിയുന്നതോറും പെപ്പ് ക്ലാസ്സസ് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ട് വരും. 6th 7th എനിക്കൊക്കെ 8 സെം ഉള്ളതുകൊണ്ടാണ്. ബിടെക്കാർക്കൊക്കെ 6 സെം ആണല്ലോ. അപ്പോൾ 5 6 സെം ഒക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് മോക്ക് ഇൻ്റർവ്യൂസ് ഒരുപാട് എടുപ്പിക്കും. GD കാര്യങ്ങൾ, ഗ്രൂപ്പ് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ തന്നെ നമ്മൾ തീരെ ഇംഗ്ലീഷ് സംസാരിക്കാത്ത ആൾ പോലും അത്യാവശ്യം ഒന്ന് ഗ്രൂമായി വരും. ആ രീതിക്ക് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു ട്രെയിനിങ് നമുക്ക് എങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം എന്നുള്ളതിൽ LPU പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ കൂടെ തന്നെ ആപ്റ്റിറ്റ്യൂഡ് കാര്യങ്ങൾ. നമ്മളിപ്പം ഡയറക്റ്റ് ചെന്ന് ടെക്നിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാസ്സാകാൻ പറ്റില്ല. ആദ്യമായിട്ടൊരു വില്ലൻ ഉണ്ട്, ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ട്. അത് പാസ്സായാലേ നമുക്ക് ടെക്നിക്കൽ റൗണ്ടിലേക്ക് പോകാൻ പറ്റൂ. ഇപ്പോൾ റൗണ്ട്സും കാര്യങ്ങളും ഞാൻ പറയാം. പ്ലേസ്മെൻറ്റ് പോർട്ടൽ ഓപ്പൺ ആയി. 7.5 CGPA. ഞങ്ങൾക്ക് CGPA ആയിരുന്നു, പെർസെൻറ്റേജ് ആയിരുന്നില്ല. അപ്പോൾ 7.5 CGPA എബോവ് ഉള്ള എല്ലാവർക്കും പ്ലേസ്മെൻറ്റ്സിന് അപ്ലൈ ചെയ്യാം. പിന്നെ നമുക്ക് ബാക്ക് പേപ്പേഴ്സ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതൊരു മെയിൻ ക്രൈറ്റീരിയ ആണ്. സോ ഇതിൽ 2 ക്രൈറ്റീരിയാസ് ഒക്കെ പാസ്സായി പോയ ആൾക്കാരെല്ലാവരും അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഞാനും അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ആദ്യം ഒരു ഇതുണ്ടാവില്ല, കിട്ടുമോ എന്നുള്ള ടെൻഷൻ കാരണം എല്ലാ കമ്പനിയിലും ചാടിക്കയറി അപ്ലൈ ചെയ്യും. അങ്ങോട്ട് കോഗ്നിസൻറ്റ് സെലക്ട് ചെയ്യാൻ കാരണം എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള 2 ആൾക്കാർ അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരായിരുന്നു. സോ കോഗ്നിസൻറ്റ് വർക്ക് കൾച്ചറും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയ ശേഷം കൂടെയാണ് ഞാൻ കോഗ്നിസൻറ്റിൽ അപ്ലൈ ചെയ്തത്. അങ്ങനെ ഞാൻ ഒരു കപ്പിൾ ഓഫ് കമ്പനീസിൽ അപ്ലൈ ചെയ്തു. മോസ്റ്റ്ലി എല്ലാ കമ്പനീസിലും 4-5 റൗണ്ട്സ് ആയിരിക്കും ഉണ്ടാവുക. ഫസ്റ്റ് റൗണ്ട് നമ്മൾ CV ഷോർട്ട് ലിസ്റ്റിംഗ് ആണ്. അത് ഓട്ടോമാറ്റിക്കലി നടക്കുന്ന പ്രോസസ്സാണ്. നമ്മൾ അറിയേണ്ട കാര്യമില്ല. CV സബ്മിറ്റ് ചെയ്യുക, അവരെന്നെ നോക്കുക. നെക്സ്റ്റ് റൗണ്ടിലേക്ക് നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ഒരു എക്സാം ഉണ്ടായിരിക്കും. അതൊരു റിട്ടേൺ എക്സാം, ഓൺലൈനിൽ റിട്ടേൺ എക്സാം ആയിരിക്കും. ക്വസ്റ്റ്യൻസ് വരും, MCQ നോർമലി. അത് കഴിഞ്ഞ് നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ റൗണ്ട് ഉണ്ടായിരിക്കും. അതിൽ മെയിൻലി നമ്മുടെ ഇംഗ്ലീഷ് സ്കിൽസ് ആണ് നോക്കുന്നത്. അതായത് സ്പീക്കിംഗ്, ലിസണിങ്, റീഡിങ് സ്കിൽസ് ഒക്കെ ആയിരിക്കും നോക്കുന്നുണ്ടാവുക. അത് കഴിഞ്ഞ് നമുക്ക് വരുന്നതാണ് ഒരു ടെക്നിക്കൽ റൗണ്ട് ഉണ്ടാവും. അതിൽ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ടെക്നിക്കൽ സ്കിൽസ് ഡെപിക്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഒരു പേരിനൊരു HR റൗണ്ട് കൂടെ ഉണ്ടാവും. സോ അങ്ങനെ എനിക്ക് CV ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ഞാൻ അപ്ലൈ ചെയ്ത ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസിലും എൻ്റെ CV ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അങ്ങനെ ഞാൻ സെക്കൻഡ് റൗണ്ടിലേക്ക് പോയി. ഞാൻ കോഗ്നിസൻറ്റ് എടുത്ത് പറയാം കേട്ടോ, കാരണം അതിലാണല്ലോ ഞാനിപ്പോൾ ജോയിൻ ചെയ്തത്. അപ്പം ഫസ്റ്റ് റൗണ്ട് ആപ്റ്റിറ്റ്യൂഡ് ആയിരുന്നു. ആപ്റ്റിറ്റ്യൂഡ് എൻ്റെ വീക്ക് പോയിന്റ് ആണ്. എനിക്ക് മാത്സും ഞാനും 3 നാളാണ്, എനിക്ക് പറ്റത്തേ ഇല്ല. സോ എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്തതും ആപ്റ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു. നമുക്ക് അതിൻ്റെയും ട്രെയിനിങ് തരുന്നുണ്ട് LPUവിൽ. ഒരു 3rd സെം തൊട്ട് നമുക്ക് ആപ്റ്റിറ്റ്യൂഡിൻ്റെയും കൂടെ ഒരു ക്ലാസ് ഉണ്ടാവും. അപ്പം നമ്മൾ മോസ്റ്റ്ലി ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ്ഡ് ആയിരിക്കും ഓൾറെഡി. അത് PSCക്കൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഇല്ലേ, ഡിസ്റ്റൻസ്, വെലോസിറ്റി, ടൈം, അങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയും. അതൊരു 25-30 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് എഴുതുക. ആ എക്സാമിൽ തന്നെ ഇംഗ്ലീഷ് പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് ആൻസർ ചെയ്യൂലേ, അങ്ങനത്തെ ഇതുണ്ടാവും. പിന്നെ ഒരു ലോജിക്കൽ സെഷൻ ഉണ്ടാവും. അപ്പോൾ അത് ഏകദേശം ഒരു 80 ക്വസ്റ്റ്യൻ്റെ ഒക്കെ ഒരു സെഷൻ ആയിരിക്കും. അതിൽ ഏറ്റവും വലിയ വില എന്ന് പറഞ്ഞാൽ ടൈമാണ്. സോ നിങ്ങൾ
കൂടുതൽ അങ്ങനത്തെ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് അത് പെട്ടെന്ന് ആ ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത്, മോസ്റ്റ്ലി കംപ്ലീറ്റ് ചെയ്യുക, എല്ലാം ശരിയാക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു ചാലഞ്ച്. സോ അങ്ങനെ ആ റൗണ്ട് പാസ്സായി. രണ്ടാമത് വരുന്ന കമ്മ്യൂണിക്കേഷൻ റൗണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ റൗണ്ട് അന്നത്തെ കാലത്ത് ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ അറ്റൻഡ് ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ മിക്ക പ്ലേസ്മെന്റ്സിലും അവർ കമ്മ്യൂണിക്കേഷൻ റൗണ്ട് മാൻഡേറ്ററി ആയിട്ട് വെക്കുന്നത്. ഇന്നൊക്കെ ഇപ്പോൾ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന പ്രോജക്റ്റിൽ നമുക്ക് ക്ലയൻറ്റുമായിട്ടുള്ള എക്സ്പോഷർ കൂടുതലാണ്. ഇപ്പോൾ ക്ലയൻറ്റ്സ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി വേറെ കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരാണ്, കൂടുതലും കാനഡ, UK, USA ഒക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ കോഗ്നിസന്റ് പോലെയുള്ള മൾട്ടിനാഷണൽ കമ്പനീസിൽ വരുമ്പം ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് നമ്മുടെ സ്പീക്കിംഗ് സ്കിൽസ്. കാര്യം നമുക്കിപ്പോൾ ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ നമുക്കത് കറക്റ്റായിട്ട് കൺവേ ചെയ്യാൻ പറ്റണമല്ലോ. ഈവൻ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് വരെയും ഇന്ത്യയുടെ പല ഭാഗത്തുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് റൗണ്ട് കഴിഞ്ഞു, കമ്മ്യൂണിക്കേഷൻ റൗണ്ട് കഴിഞ്ഞു. ഇനി ടെക്നിക്കൽ റൗണ്ടിൽ വന്നപ്പോൾ ഫിസിക്കലി നമ്മൾ പോയി എഴുതുകയാണെങ്കിൽ നമ്മുടെ ലാപ്പിൽ തന്നെ ചെയ്ത് കാണിച്ചു കൊടുക്കാമെന്ന് തോന്നുന്നു. പക്ഷേ എനിക്കുണ്ടായിരുന്നത് ഓൺലൈൻ ആയതുകൊണ്ട് ഒരു സ്ക്രീനിൽ നമുക്കവിടെ ക്വസ്റ്റ്യൻ വരും. ഹാക്കർ റാങ്ക് ഒക്കെ ചെയ്യുന്ന പോലെ നമുക്ക് ടൈം ഉണ്ടാവും, കമ്പയർ ചെയ്തിട്ട് ടെസ്റ്റ് കേസസ് ഒക്കെ പാസ്സായത് കാണിച്ചു കൊടുക്കണം. അറ്റ് ദ സെയിം ടൈം നമ്മളെ കൂടെ നമ്മുടെ ഇൻ്റർവ്യൂവർ ഉണ്ടാവും, ഇൻ്റർവ്യൂവർ കോളിലുണ്ടാവും. നമ്മൾ കോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നമ്മളടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ ആയിരിക്കും കേട്ടോ. വലിയ പ്രോബ്ലംസ് ഒന്നും തരില്ല. ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഏരിയസ് അതൊക്കെ കവർ ചെയ്യുന്ന ഓൾമോസ്റ്റ് ആ ബേസിക് കോൺസെപ്റ്റ്സ് ഒക്കെ പഠിച്ചു പോയാൽ തന്നെ കവർ ചെയ്യാൻ പറ്റുന്നത് തന്നെയായിരിക്കും. പിന്നെ ഒരു പ്രിവിലേജ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് ചൂസ് ചെയ്യാം. അവർ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ടാകും. മെയിൻലി C++, ജാവ, പൈത്തൺ ഒക്കെ തന്നെയായിരിക്കും. അതിൽ നമുക്ക് ഏതാ കംഫർട്ടബിൾ എന്നുള്ളത് ചൂസ് ചെയ്തിട്ട് അതിൽ കോഡ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾ ടെക്നിക്കൽ റൗണ്ടിൽ മെയിനായിട്ട് നോക്കി പോവേണ്ട കാര്യമാണ് പ്രോജക്ട്സ്. CV-യിൽ നിങ്ങൾ എന്ത് എഴുതിയിട്ടുണ്ടോ അത് ഇന്ന് എവിടെ നിന്ന് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റണം. നമുക്ക് എനിക്ക് 2 പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ M.Tech ആയത് കാരണം നമുക്കൊരു ഗ്രൂപ്പ് പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, ഇൻഡിവിജ്വൽ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടും ഞാൻ 2 ഏരിയയിലാണ് ചെയ്തേക്കുന്നത്. ഇൻഡിവിജ്വൽ പ്രോജക്റ്റിൽ നമുക്ക് പേപ്പറൊക്കെ പബ്ലിഷ് ചെയ്യണമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു, അതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പ്രോജക്റ്റിൽ നിന്ന് വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ല, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസറബിൾ ആയിരുന്നു. പിന്നെ നിങ്ങൾ ടെക്നിക്കൽ റൗണ്ടിൽ മെയിൻലി നോക്കി പോവേണ്ടതാണ് DBMS, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, SQL, ഡേറ്റ സ്ട്രക്ചർ. പിന്നെ ഇന്നത്തെ കാലത്ത് AI ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആവുന്നുണ്ടല്ലോ. സോ AI, മെഷീൻ ലേണിംഗ്, ഇത് രണ്ടെന്നുള്ള ഇത്രയുള്ള ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നെറ്റിൽ അവൈലബിൾ ആണ്. Glassdoor, Geek4Geeks, Naukri, InterviewBit, ഇഷ്ടംപോലെ സൈറ്റ്സ് ഉണ്ട്. പേര്, കമ്പനി, നിങ്ങൾ ഏത് കമ്പനിയിലാണോ അപ്ലൈ ചെയ്തത് കമ്പനി പേര് അടിച്ചു കൊടുക്കുക, ക്വസ്റ്റ്യൻസ്, ഇൻ്റർവ്യൂ റൗണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കൊടുത്താൽ തന്നെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ്, അവരോടത്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ് വരെ കാണാൻ പറ്റും. ഇന്ന് ആക്ച്വലി ഇത്രയും വർഷം കഴിഞ്ഞുകൊണ്ട് എനിക്ക് എക്സാക്ട് ക്വസ്റ്റ്യൻസ് എടുത്ത് പറഞ്ഞു തരാൻ ഓർമ്മയില്ല, അതുകൊണ്ടാണ്. പക്ഷേ എല്ലാം ബേസിക് കോൺസെപ്റ്റ്സ് ആയിരുന്നു. അതുകൊണ്ട് നിങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ടൊന്നും പഠിച്ച് തലപൊകഞ്ഞ് തീ തിന്നേണ്ട ആവശ്യമൊന്നുമില്ല. ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂസ് ഈസി ആയിട്ട് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ടെക്നിക്കൽ റൗണ്ടും കഴിഞ്ഞു, മെയിൽ വന്നു, യു ആർ പാസ്ഡ് എന്നൊക്കെയുള്ള ആ മൊമെൻറ്റിൽ എത്രമാത്രം സന്തോഷമാണ് എന്നുള്ളതിലേക്ക് നമ്മുടെ ആ ഒരു 5 വർഷത്തെ അല്ലെങ്കിൽ 4 വർഷത്തെ കഷ്ടപ്പാട് സക്സസ് ആയി എന്നൊക്കെ ഉള്ള ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, പറയാൻ പറ്റില്ല. ഞാൻ അത്രയും ദിവസം ഞാൻ പറഞ്ഞതുപോലെ തന്നെ രാത്രി കരച്ചിൽ കിട്ടുമോ എന്നൊക്കെയുള്ള ഒരു പേടി, ടെൻഷൻ, ഒരുപാട് ടെൻഷൻ എടുക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അത്രയും ടെൻഷനിലൂടെയൊക്കെ കടന്നു പോയിട്ട് എന്താണ് ആ റിസൾട്ട് മൊമെന്റ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ലാപ്പ് എടുത്ത് എൻ്റെ റിലേറ്റീവ്സ് ഒക്കെ അന്ന് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാവരെയും ഇങ്ങോട്ട് കാണിച്ചു. ആക്ച്വലി എനിക്ക് 3 കമ്പനിയിൽ ഞാൻ പ്ലേസ്ഡ് ആയി. ഞാൻ പറയില്ല, LPU നമുക്ക് ഇഷ്ടം പോലെ കമ്പനീസ് ഇരിക്കാം. ഈ 3 പ്ലേസ്ഡ് ആയി കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും കമ്പനീസിൽ പ്ലേസ്മെന്റിന് ഇരിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഞാൻ ഇരുന്നില്ല, ഇതിലേതെങ്കിലും തന്നെ ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കോഗ്നിസന്റ്, ക്യാപ്ജെമിനി, HCL 3 കിട്ടിയത്. കോഗ്നിസന്റും ക്യാപ്ജെമിനി ഏകദേശം സെയിം ആയിരുന്നു ഇൻ്റർവ്യൂ, ക്വസ്റ്റ്യൻസ് ആയാലും റൗണ്ട്സ് ആയാലും ഒക്കെ. HCL കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു, കുറച്ചുകൂടെ ടഫ് ആയിരുന്നു കമ്പാരിറ്റീവ്ലി. അതിൽ നമുക്ക് ഇല്ലായിരുന്നു, ലൈക്ക് ഗ്രൂപ്പ് ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെ, അങ്ങനെയുള്ളൊരു എക്സ്ട്രാ റൗണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ചില കമ്പനീസ് മെയിൻലി സ്റ്റാർട്ടപ്പ് കമ്പനീസൊക്കെ അല്ലെങ്കിൽ ഹൈ പാക്കേജസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസിലൊക്കെ 2 or 3 ടെക്നിക്കൽ റൗണ്ടൊക്കെ കാണാം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ടഫ് ആയിരിക്കും. അങ്ങനെ ഈ 3 റൗണ്ടും പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഉള്ള റൗണ്ടാണ് HR റൗണ്ട്. HR റൗണ്ടിൽ നമുക്ക് അത്യാവശ്യം സംസാരിക്കാൻ അറിയാമെങ്കിൽ കൂളായിട്ട് പാസ്സായി പോകും. അല്ലെങ്കിൽ തന്നെയും നമ്മൾ ടെക്നിക്കലിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ HR ഒക്കെ പേര് ചടങ്ങിനൊരു റൗണ്ട് പോലെ തന്നെ ആയിരിക്കും കേട്ടോ. അതിൽ നമുക്ക് സാലറി പാക്കേജസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം, നെഗോഷിയേറ്റ് ചെയ്യണമെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യാം.
ബേസിക് ആയിട്ടുള്ള നമ്മളെ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്, വെയർ ഡു യു സീ യുവർ സെൽഫ് ഇൻ 5 years, അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു കുറേ ക്വസ്റ്റ്യൻസ് ഇല്ലേ. ഇപ്പം എന്നെ പറ്റിയിട്ട് പറയുവാണെങ്കിൽ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ചോദിച്ചു. അതിൽ ഞാൻ കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിനെ പറ്റി ചോദിച്ചു. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു എന്താണ് വാലി കുടുക്കി അടുത്ത ക്വസ്റ്റ്യൻ, അങ്ങനെയൊക്കെയുള്ളൊരു ക്വസ്റ്റ്യൻ വരാൻ കൂടുതലും നമുക്ക് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. പിന്നെ ഒരു സ്കില്ല് അവർ ഇതിൽ നോക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എത്ര പെട്ടെന്ന് ആൻസേഴ്സ് ഒക്കെ ഫ്രെയിം ചെയ്യുന്നുണ്ട്, സെൻറ്റൻസ് ഒക്കെ എത്ര പെട്ടെന്ന് കോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങളാണ് കൂടുതലും HR റൗണ്ടിൽ നോക്കുന്നത്. അപ്പം അങ്ങനെ എല്ലാ റൗണ്ട്സും കഴിഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞ് മെയിൽ വന്നു, യു ആർ പ്ലേസ്ഡ് ഇൻ കോഗ്നിസന്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഓക്കെ ജോലി കിട്ടി, സെറ്റായി. പക്ഷേ കടമ്പ കടക്കാൻ കിടക്കുന്നത് ഇനിയാണ്. എനിക്ക് 2022 സ്റ്റാർട്ടിങ്ങോടെ, അതായത് 2021 ഡിസംബറിലായിരുന്നു തോന്നുന്നു പ്ലേസ്മെന്റ് ഇതിനൊക്കെ നടന്നത്. ജനുവരി ഫെബ്രുവരി ആ ടൈമിൽ, 2022 ജനുവരി ഫെബ്രുവരി ടൈമിൽ തന്നെ എനിക്ക് ഓഫർ ലെറ്റർ ഒക്കെ വന്നു. ഞാൻ പ്ലേസ്ഡ് ആയി. ഓക്കെ, ഓഫർ ലെറ്റർ എന്ന് പറയുന്നത് ഇന്റേൺ ഓഫർ ലെറ്ററാണ് വരിക, ഫുൾ ടൈം എംപ്ലോയി ആയിട്ടല്ല വരിക. അപ്പം ഞാൻ പ്ലേസ്ഡ് ആയി, ഓഫർ ലെറ്റർ ഒക്കെ സൈൻ ചെയ്ത് കൊടുത്തു, ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ വിചാരിക്കുവാണ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ജോലി കിട്ടി, അടിപൊളി, എല്ലായിടത്തും പറഞ്ഞു കിടക്കാം, ശമ്പളം കിട്ടി തുടങ്ങും. ഒന്നുമില്ല. 2022 കിട്ടിയെന്ന് പറഞ്ഞൊരു മെയിൽ വന്നതിന് ശേഷം പിന്നെ ഇവരുടെ പൊടി പോലും കാണാനില്ല. അപ്പം നമുക്ക് ക്ലാസ് ഉണ്ട്, ഡെസർട്ടേഷൻ, നമ്മുടെ പ്രോജക്റ്റ് ഒക്കെ നടക്കുന്നുണ്ട്, സെം എക്സാം ഒക്കെ കഴിഞ്ഞു. മാർച്ചിൽ എക്സാമും കാര്യങ്ങളും കഴിഞ്ഞു. എക്സാം എന്ന് പറഞ്ഞാൽ വൈവേ ആയിരുന്നു ലാസ്റ്റ് സെമ്മിൽ. അതൊക്കെ കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുവാണിങ്ങനെ. ജൂലൈ ആയി, ഓഗസ്റ്റ് ആയി, സെപ്റ്റംബർ ആയി, ഒക്ടോബറായി, ഒരു ഇൻറ്റിമേഷനും ഇല്ല. അപ്പോഴാണ് ശരിക്കും അടുത്ത ലെവൽ ഓഫ് സ്ട്രെസ് ഇളകി തുടങ്ങിയത്. ദൈവമേ കിട്ടി, പക്ഷെ ഇങ്ങനെ പണിയില്ല, പൈസ ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കണമല്ലോ. പറയുമ്പോൾ എന്താ, ജോലി ഉണ്ട് പക്ഷെ പണിയില്ല, പൈസ ഇല്ല. ഭയങ്കര ടെൻഷനായിരുന്നു ആ സമയത്ത്. ഞാൻ വേറെ ജോലിക്ക് പോകണമായിരുന്നു, വേറെ ട്രൈ ചെയ്യണമായിരുന്നു. ആ ടൈമിലാണ് എനിക്കൊരു റിഗ്രറ്റ് ഹിറ്റ് ചെയ്തത്. ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ കമ്പനീസിൽ കിട്ടിയെങ്കിലും വേറെ കമ്പനീസിൽ പ്ലേസ്മെന്റിന് അപ്ലൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, കിട്ടിയില്ല, ഇനി വീണ്ടും എന്തിനാ അതിന് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതൊന്നും അപ്ലൈ ചെയ്തില്ല, അതിനൊന്നും ഇന്റർവ്യൂ കൊടുത്തില്ല. അതിനൊക്കെ ഞാൻ റിഗ്രറ്റ് ചെയ്തത് ഈ ഒരു കാലയളവിലായിരുന്നു. ഓരോ മാസവും ടെൻഷൻ തന്നെയായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടൈമാണല്ലോ. അപ്പോൾ എൻ്റെ കൂടെ പ്ലേസ്ഡ് ആയ ബാക്കിയുള്ളവർക്കൊക്കെ ചിലർക്കൊക്കെ ജോയിനിങ് ഡേറ്റും കാര്യങ്ങളും കഴിഞ്ഞു, ചിലരൊക്കെ ഓഫീസിൽ പോയി തുടങ്ങി. ഓ മൈ ഗോഡ്, അപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. ഒക്ടോബർ ലാസ്റ്റ് ആയപ്പോൾ വീണ്ടും കോഗ്നിസന്റ് എന്നൊരു മെയിൽ വന്നു, നിങ്ങളുടെ ഇത് സ്റ്റാർട്ട് ചെയ്യുവാണ്, ട്രെയിനിങ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും പഠിപ്പിക്കുന്നു. നമ്മൾ ഇത്രയും പഠിച്ച് എക്സാം ലൈക്ക് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് ജോലിയും കിട്ടിയതിന് ശേഷം വീണ്ടും എന്താ ഇവർ പഠിപ്പിക്കുകയാണ്. നമ്മൾ കോളേജിൽ പഠിച്ച് തന്നെ എനിക്ക് തോന്നുന്നു 6 മാസത്തെ ട്രെയിനിങ് ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. ട്രെയിനിങ് ഓൺലൈൻ ആയിരുന്നു, അതും വീട്ടിൽ ഇരുന്ന് തന്നെ അറ്റൻഡ് ചെയ്താൽ മതി. ആദ്യത്തെ 3 മാസം SQL ജാവയും പിന്നെ വേറെ ഒരു ലാംഗ്വേജും കൂടെ, അങ്ങനെ ഒരു 3 ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഇന്റേണലായിട്ട് എക്സാം എടുക്കും, നമ്മളെ റാങ്ക് ചെയ്യും. ലൈക്ക് ഗ്രീൻ, ആംബർ, റെഡിലുള്ളവർക്കൊക്കെ മോർണിംഗ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു. 2 തവണ സെമിറ്റീനിയസ്ലി റെഡൊക്കെ കിട്ടുകയാണെങ്കിൽ റിമൂവ് ചെയ്യും എന്നുള്ള ഒരു ഇതൊക്കെ. അപ്പോൾ ഓരോ ബാച്ചായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇവർ ട്രെയിനിങ് കൊടുക്കുക. അതിനെ കൊഹോട്ട് എന്നാട്ടോ പറയുക. കോഗ്നിസന്റിന്റെ ട്രെയിനിങ്ങിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. കൊഹോട്ടിൽ ഇങ്ങനെ ട്രെയിനിങ് തരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ കമ്പനിയിൽ, ആ കോഗ്നിസന്റിൽ അപ്പോൾ പ്രോജക്റ്റിൽ ഏതൊക്കെയാണോ ലാംഗ്വേജസിന് ഡിമാൻഡ് ഉള്ളത് അതിലേക്ക് നമ്മളെ മാപ്പ് ചെയ്യും. അതായത് നമുക്കൊരു അഭിപ്രായമില്ല, ഇപ്പം എനിക്ക് പൈത്തൺ അറിയാം, ഞാൻ പൈത്തൺ പ്രോജക്ട്സ് ഉണ്ടെങ്കിൽ അത് ചെയ്തോളാം എന്ന് പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കില്ല. അവർ തന്നെ നമ്മളെ ഓട്ടോമാറ്റിക്കലി മാപ്പ് ചെയ്ത് ഏതെങ്കിലും ഒരു ഫീൽഡിലേക്ക് ഇടും. അതിന് നമുക്ക് വീണ്ടും ട്രെയിനിങ് തന്നിട്ടാണ് നമ്മളെ ഒരു പ്രോജക്റ്റിലേക്ക് ഇവർ മാപ്പ് ചെയ്യുക. സോ എനിക്ക് കിട്ടിയത് സെയിൽസ് ഫോഴ്സ് എന്നുള്ള ഒരു ടൂളിൽ ട്രെയിനിങ് ആണ്. അതെനിക്ക് കംപ്ലീറ്റ്ലി ന്യൂ ആയിരുന്നു. കാരണം നമ്മുടെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു വാക്കേ കേട്ടിട്ടില്ല, അതെന്താന്ന് പോലും നമുക്ക് അറിയാത്തൊരു സാധനം. പക്ഷെ നല്ല അടിപൊളിയായിട്ട് അവർ 3 മാസം നല്ല ഇൻറ്റൻസ് ആയിട്ട് ട്രെയിനിങ് തന്നു. ഇടയ്ക്കൊക്കെ ഇന്റേണൽസ് എടുത്തു, ഗ്രൂപ്പ് പ്രോജക്ട്സ് ചെയ്യിപ്പിച്ചു, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് തന്നു. അങ്ങനെ അടിപൊളിയായിട്ട് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് 2023 ഫെബ്രുവരിയിൽ വീണ്ടും നമുക്കൊരു വൈവ എടുക്കും. ആക്ച്വലി നമ്മൾ പാസ്സാവേണ്ടത് ആ വൈവയാണ്. അത് പാസ്സായാലും നമുക്ക് ജോലി കിട്ടുള്ളൂ. കോഗ്നിസന്റ് നമ്മൾ ഇന്റർവ്യൂ ഒക്കെ പാസ്സായി കോഗ്നിസന്റിൽ കയറി എന്നൊക്കെ പറഞ്ഞാലും ഈ 2ാമത് ട്രെയിനിങ് തന്നിട്ട് അവരെടുക്കുന്ന ഇന്റർവ്യൂ പാസ്സായില്ലെങ്കിൽ നമ്മളെ ഫയർ ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. സോ മെയിൻ കടമ്പ ഇനിയാണ് വരാനിരിക്കുന്നത്. അപ്പം ആസ് യൂഷ്വൽ എനിക്ക് എന്താ വീണ്ടും ടെൻഷൻ. അപ്പം അത്യാവശ്യം നല്ലൊരു ടൂളായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്, കുറച്ച് ഈസി ടൂളായിരുന്നു ഈ സെയിൽസ് ഫോഴ്സ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ചെയ്യാൻ പറ്റി. വൈവയും
പാസ്സായി. അതിലവർ 2 അറ്റംപ്റ്റ് തരുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്രാക്ക് ചെയ്തില്ലെങ്കിൽ ഒരിക്കൽ കൂടെ നമുക്ക് ചാൻസ് ഉണ്ട്. മോസ്റ്റ്ലി തിയറി ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ചോദിക്കുക. കോഗ്നിസന്റിൽ വർക്ക് ചെയ്യുന്ന, ഈ സെയിൽസ് ഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സീനിയർ അസോസിയേറ്റോ അല്ലെങ്കിൽ സീനിയർ മാനേജറോ ഒക്കെ ആയിരിക്കും നമ്മുടെ ഇന്റർവ്യൂ എടുക്കുന്നുണ്ടാവുക. ടഫായിട്ടുള്ള കാര്യമൊന്നുമില്ല, പക്ഷെ അതൊരു കടമ്പ തന്നെയാണ് അത് കടക്കണം എന്നുള്ളത്. പിന്നെ ട്രെയിനിങ് തരുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഈ ടെക്നിക്കൽ ട്രെയിനിങ് മാത്രമല്ല, അവിടെയും നമുക്ക് ഇംഗ്ലീഷിലും സ്പീക്കിങ്ങിലും ഒക്കെ ട്രെയിനിങ് വീണ്ടും തരുന്നുണ്ട്. ആ ടൈമിൽ തന്നെ നമുക്ക് ഔട്ട്ലുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, ടീംസ് എങ്ങനെ മാനേജ് ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു ക്ലാസ് തരുന്നുണ്ട്. കാര്യം കോളേജിൽ ആയിരിക്കുമ്പോൾ ഉള്ള രീതിയല്ലല്ലോ, ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കമ്മ്യൂണിക്കേഷനും എല്ലാം ടീംസും ഔട്ട്ലുക്കും ഒക്കെ ആയിരിക്കും. മോസ്റ്റ് ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ ഇമെയിൽ ത്രൂ ആയിരിക്കും. അപ്പോൾ ഒരു ഇമെയിലൊക്കെ എങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങളൊക്കെ അവർ അതിൻ്റെ കൂടെ ട്രെയിനിങ് തരുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞ് മാർച്ച് 28 ഞാൻ ആദ്യമായിട്ട് കോഗ്നിസന്റിൽ ഫുൾ ടൈം എംപ്ലോയി ആയിട്ട് ജോയിൻ ചെയ്യുന്നത്. ഇറ്റ് വാസ് എ മിക്സ്ഡ് ഇമോഷൻ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ്. എന്താ പറയുക, ഒരുപാട് സ്ട്രെസ് അടിച്ചു. ഇന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഇങ്ങനെ ആലോചിക്കുമ്പം എന്തിനായിരുന്നു ഇത്രയും സ്ട്രെസ് എടുത്തത് എന്ന് എനിക്ക് എന്നോട് തന്നെ തോന്നുന്നുണ്ട്. ഇത്രയൊന്നും സ്ട്രെസ് എടുത്തിരിക്കേണ്ട കാര്യമില്ല. ആ ടൈമൊക്കെ ഞാൻ കുറച്ചുകൂടെ യൂട്ടിലൈസ് ചെയ്ത് എൻ്റെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ കമ്പനീസിലൊക്കെ വേണമെങ്കിൽ എനിക്ക് കയറാമായിരുന്നു എന്ന് എനിക്കിന്ന് തോന്നുന്നു. പിന്നെ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഞാൻ പറഞ്ഞില്ലേ, വീണ്ടും കമ്പനീസിലൊക്കെ എനിക്ക് ഇരിക്കാമായിരുന്നു, കുറച്ചുകൂടെ ഹയർ പാക്കേജിലൊക്കെ ഇരിക്കാമായിരുന്നു. അതൊന്നും ട്രൈ പോലും ചെയ്യാണ്ട് ഞാൻ അങ്ങ് കളഞ്ഞു എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ഒന്ന് ഇൻ്റർവ്യൂ എങ്കിലും അറ്റൻഡ് ചെയ്ത് നോക്കാമായിരുന്നു എന്നൊക്കെ എനിക്ക് ഇന്ന് തോന്നുന്നുണ്ട്. സോ എനിക്ക് നിങ്ങളോടുള്ള കുറച്ച് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ട്രെസ് അടിക്കരുത്. നമ്മൾ അത്യാവശ്യം ബേസിക് നോളജൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും പാസ്സായി പോകും. ആ ടൈം ആകുമ്പം എനിക്ക് എല്ലാം അറിയാമെങ്കിലും എനിക്കറിയാമോ, എനിക്ക് പറയാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള വരുന്ന ഡൗട്ട് വരുന്നത് വളരെ സ്വാഭാവികമാണ്. ഇൻ്റർവ്യൂ ഒരു ആനക്കാര്യമൊന്നുമല്ല, എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി പോവുക, പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി പോവുക, ഇംഗ്ലീഷ് അത്യാവശ്യം പ്രൊഫഷണൽ ആയിട്ട് പറയാൻ പറ്റുക, ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ കൂളായിട്ട് കിട്ടും നിങ്ങൾക്ക്. എനിക്ക് കിട്ടിയില്ലേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടില്ല, നിങ്ങൾക്കും കിട്ടും. സോ ജോബ് അച്ചീവ് ചെയ്യുക എന്നല്ല, അല്ലെങ്കിൽ ഒരു ജോബ് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യുക എന്നുള്ള വലിയൊരു കാര്യമൊന്നുമല്ല, നമ്മളെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ റിലാക്സ്ഡ് ആയിട്ട് സ്ട്രെസ് ഒന്നും ഇല്ലാണ്ട് പോവുക. ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം ക്യാച്ച് ചെയ്യുക. ഇന്ന് വരുന്നത് നാളെ വന്നോളണം എന്നില്ല. ഇന്ന് വരുമ്പോൾ ഇന്ന് തന്നെ അത് ഗ്രാബ് ചെയ്യുക. ഏതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നോ അതൊക്കെ ഗ്രാബ് ചെയ്യുക, അതൊക്കെ യൂസ് ചെയ്യുക. ബിക്കോസ് ഇൻ ഫ്യൂച്ചർ റിഗ്രറ്റ് ചെയ്യാതിരിക്കുക എന്നെ പോലെ. സോ ഇത്രയൊക്കെ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്തേക്കുക, ഞാൻ അതിന് റിപ്ലൈ ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനി എന്തെങ്കിലും വീഡിയോ സജഷൻസ് ചെയ്യാനുള്ളതുകൊണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക ചാനലിന്. താങ്ക് യു, ബൈ ബൈ.